guys, welcome back to my YouTube channel. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിക്കോണില്ലേ? അപ്പം വളരെ ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാരാമൽ പുഡിംഗ്, അല്ലെങ്കിൽ ബ്രെഡ് പുഡിംഗ്. അപ്പം അത് ഉണ്ടാക്കണത് കുറേ നാളോട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പം നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കിയാന്ന് വിചാരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് മാത്രം വെച്ചാണ് ഞാൻ ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് ബ്രെഡാണ്. ബ്രെഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കാരാമൽ പുഡിങ്ങിനകത്ത്. അതിൽ ബ്രെഡ് പുഡിങ്ങിനകത്ത് ഓരോ ബ്രെഡ് എടുത്തിട്ട് നമുക്കത് നാലായിട്ട് കട്ട് ചെയ്ത് 4 പീസാക്കി നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം വളരെ സോഫ്റ്റായിട്ട് ആ ബ്രെഡ് നമ്മുടെ കൈ വെച്ചോ ഒരു സ്പൂൺ വെച്ചോ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് എഗ്ഗാണ്. മുട്ട ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 മുട്ടയാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഒരെണ്ണം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 കപ്പ് പഞ്ചസാര. എഗ്ഗിൻ്റെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്വല്പം നാരങ്ങ നീര് ചേർക്കുന്നത്. അത് വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. അതല്ല വാനില ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. എൻ്റെ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ നാരങ്ങ ഒഴിച്ചത്. അതിനുശേഷം 1 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള മിൽക്കാണ് ആഡ് ചെയ്തത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കണം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇടുക. ഞാൻ പഞ്ചസാര ഇട്ടതിന് ശേഷം മാത്രമാണ് ഫ്ലെയിം ഓൺ ചെയ്തത്. നിങ്ങൾ ഗ്യാസിലാണ് ചെയ്യുന്നതെങ്കിൽ പഞ്ചസാര ഇട്ടതിന് ശേഷം മാത്രം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ. അന്നേരം അടിക്ക് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇത് 1 സെക്കൻഡ് പോലും മാറാതെ അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ കളർ മാറിയതിന് ശേഷമാണ് നമുക്ക് എടുക്കേണ്ടത്. ഇത് എടുത്ത് ഉടനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റണം. അതല്ലെങ്കിൽ അത് നന്നായിട്ട് കട്ടിയാവും. ഇപ്പം ഞാൻ ഒഴിക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് അത് അപ്പോഴത്തേക്ക് നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും ഒരു കളർ ആവുമ്പോൾ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കില്ല. അതിന് മുമ്പ് ഒരു നോർമൽ കളർ ആകുമ്പോഴത്തേക്ക് തന്നെ അങ്ങ് എടുക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഈ പഞ്ചസാര നല്ല കയർപ്പ് ഫീൽ ചെയ്യും. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ഈ പഞ്ചസാരയുടെ മുകളിലേക്ക് നമുക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഓവണിനകത്ത് ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്, നമ്മുടെ ഇഡ്ഡലിക്കൂട്ടത്തിനകത്താണ്. അതിലേക്ക് നമുക്കിത് എടുത്ത് വെച്ചതിന് ശേഷം അടപ്പിച്ച് അടച്ച് ഒരു 45 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. അപ്പോഴത്തെ നമുക്ക് റെഡിയായി കിട്ടും. തണുത്തതിന് ശേഷം മാത്രം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട് നമുക്കിത് റെഡിയായി കിട്ടും. ഓവൻ്റെയോ ഒന്നിൻ്റെയോ ഒരാവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ടും വളരെ സക്സസ് ആയിട്ട് നമ്മൾ കാരാമൽ പുഡിംഗ് ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടില്ല, നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ച് മാത്രമാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എഗ്ഗും ബ്രെഡും ഒക്കെ മിക്ക വീടുകളിലും സ്ഥിരമായിട്ട് കാണപ്പെടുന്ന ഐറ്റം തന്നെയാണ്. അത് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും എല്ലാവർക്കും നമുക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഓക്കെ ബൈ.